അധിരടി എന്ന പുതിയ മലയാളം ക്യാമ്പസ് ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു പെട്ടെന്നുള്ള അവലോകനമാണിത്. കാര്യമായ പ്രതീക്ഷകളൊന്നുമില്ലാതെ തിയേറ്ററുകളിലെത്തി ക്യാമ്പസ് സൗഹൃദങ്ങളുടെയും ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വലിയ ഓളമുണ്ടാക്കിയ ഒരു പക്ക എന്റർടൈനറാണ് ഈ ചിത്രം. ഇതിൽ ഒന്നാമതായി നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രമേയവും വൈബുമാണ്. ഒരു വലിയ കോളേജ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ബഹളങ്ങളുമാണ് ഇതിന്റെ മെയിൻ തീം. ഇതൊരു സീരിയസ് ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. വലിയ ലോജിക്കോ അർത്ഥങ്ങളോ ഒന്നും അന്വേഷിക്കാതെ ആ നിമിഷത്തിന്റെ ആവേശം മാത്രം ആസ്വദിക്കാൻ പറ്റിയ അമ്യൂസ്മെന്റ് പാർക്കിലെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയുള്ള ഒരു കിടിലൻ അനുഭവമാണിത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ കെമിസ്ട്രിയാണ്. വളരെ ലളിതമായ ഒരു കഥയെ ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ ബേസിൽ ജോസഫിനും ടൊവിനോ തോമസിനും എങ്ങനെ സാധിക്കുന്നു എന്നത് ശരിക്കും ഗംഭീരമാണ്. ബേസിലിന്റെ മികച്ച കോമിക് ടൈമിങ്ങും ടൊവിനോയുടെ വേറിട്ട ലുക്കും ഇതിലെ വലിയൊരാകർഷണമാണ്. തീർത്തും നാച്ചുറലായ തമാശകളും ഇന്നത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് കണക്റ്റാകുന്ന ഡയലോഗുകളും ഈ സിനിമയെ ശരിക്കും വേറൊരു ലെവലിൽ എത്തിക്കുന്നുണ്ട്. അവസാനമായി ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ഇതിലെ തിയേറ്റർ എക്സ്പീരിയൻസും ആൾക്കൂട്ടത്തിന്റെ ആവേശവും തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പായും ചിന്തിച്ചു പോകും. കാരണം ഇതിലെ ചില സർപ്രൈസ് കാമിയോ റോളുകൾ തിയേറ്ററിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം മികച്ച പശ്ചാത്തല സംഗീതവും വേഗത്തിലുള്ള എഡിറ്റിംഗും കൂടിയാകുമ്പോൾ കഥയിലെ ചെറിയ പോരായ്മകൾ നമ്മൾ അറിയുകയേയില്ല. ചുരുക്കത്തിൽ വലിയ ലോജിക്കൊന്നും നോക്കാതെ കൂട്ടുകാരോടൊപ്പമോ കുടുംബത്തോടൊപ്പമോ തിയേറ്ററിൽ പോയി ഒരുപാട് ചിരിച്ചാഘോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രെസ് ഫ്രീ എന്റർടൈനർ തന്നെയാണ് അധിരടി.